വിഷ്ണു വിഷ്ണു ഹലോ വിഷ്ണു ബായ്. ഇതാര് സുധാകരൻ സാറോ? എടോ ഒറ്റയ്ക്കൊരു കമ്പനി ഇല്ലാതെ എങ്ങനെ ഇതിനകത്ത് കഴിച്ചു കൂട്ടുന്നതോ? നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ? എനിക്ക് തന്നെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു, അതാ ഞാൻ വന്നേ. ഇവിടെ വെച്ച് കണ്ടപ്പോഴോ അതോ അവിടെ വെച്ച് കണ്ടപ്പോഴോ? പോടാ കാള. സാർ പറഞ്ഞു ഇരിക്കണം സാർ. എടോ നമുക്കൊന്നൊന്ന് കൂടിക്കളയാം. അയ്യോ ഞാൻ മദ്യപിക്കാറില്ല. അത് കാള, താൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞത് കള്ളം. സത്യമായിട്ടും. ഓഹോ, അപ്പൊ പിന്നെ തനിക്ക് എന്തിലാ ഇൻട്രസ്റ്റ്? അത്താഴ പ്രശ്നിക്കാനാ സാറേ. വല്ലോം 2 സംഗീതം പറഞ്ഞു കൊടുത്ത് ആ കുഞ്ഞിന്റെ കണ്ണൊന്ന് തെളിയിക്കണം, എനിക്കും പിഴയ്ക്കണം, അത്രേ ഉള്ളൂ. ആ അതൊക്കെ പോട്ടെ, എനിക്ക് തന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ സാർ? പലയിടത്ത് വെച്ചും പല മോശപ്പെട്ട സിറ്റുവേഷനിലും ചിലപ്പോ പല പെമ്പിള്ളേരുടെ കൂടെയും തന്നെ ഇനിയും കണ്ടത് വരും. അതൊന്നും ഇവിടെ പറഞ്ഞ് നാറ്റിക്കാതിരിക്കുക. ഇത്രയും റിക്വസ്റ്റ് മനസ്സിലായോ? ഇനിയും ഉണ്ട്. ആ ലക്ഷ്മിയെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം തനിക്കറിയാമല്ലോ. അവളുടെ മുമ്പിലും എന്റെ ഇമേജ് മോശമാക്കരുത്. ഇനി അതല്ല, അങ്ങനെ ചെയ്തേ അടങ്ങുമെങ്കിൽ ഞാൻ മഹ ചേറ്റയാ, തെണ്ടിയാ, അലവലാതിയാ. വെറുതെ തടി വിടക്കാക്കൾ എന്റെ വിഷ്ണു. സുധാര, സുധാര, ഇവന്റെ പോത്തിന് സ്വഭാവം ഇനിയും വിട്ടുമാറിയിട്ടില്ലേ? എന്തൊക്കെ വാടായത്? ഇവന് കഥ തുറന്നിട്ട് എവിടെ പോയി? സുധേ, ചേടാ ഇവന്റെ വെട്ടിപ്രമാണമൊക്കെ എവിടെ പോയി? മോനെ സുധേ. പ്രിയപ്പെട്ട അച്ഛന്, എനിക്ക് ഈ നാടകം കളിക്കാൻ വയ്യ. അച്ഛന്റെ ഇമേജ് രക്ഷിക്കണമെങ്കിൽ വേറെ വഴി നോക്ക്. ഇനി ലക്ഷ്മി തമ്പുരാട്ടിയല്ല ക്ലിയോപാട്ര ആണെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന ചില ലിമിറ്റ്സ് ഒക്കെ ഉണ്ട്. ആ ലിമിറ്റ്സ് ഒക്കെ താണ്ടി ഞാൻ പോകുന്നു. ഗുഡ് ബൈ. തമ്പുരാട്ടി അങ്ങനെ ശരിക്കും പറഞ്ഞ വല്യമ്മേ? നിന്റെ വല്യമ്മ ആവാനുള്ള പ്രായമൊന്നും എനിക്കില്ല. വല്യമ്മല്ല, അമ്മ. അമ്മ സാധാരണ സുധാരം വന്നാ എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചിട്ടേ പോവാറുള്ളൂ. ഇത്തവണ അത് ഉണ്ടായില്ല. അതെ, നിന്റെ സാമർത്ഥ്യം എന്നാ തമ്പുരാട്ടി പറയുന്നത്. അയ്യോ, ഇനി ഇതേപോലെ എത്രയോ സാമർത്ഥ്യങ്ങൾ കാണാൻ കിടക്കുന്നു. ആ, നീ വലിയ സാമർത്ഥ്യം ഒന്നും കാണിക്കണ്ട. മര്യാദയ്ക്ക് സംഗീതം കൊണ്ട് പഠിപ്പിച്ചാ മതി. അത് പിന്നെ അത്രയല്ലേ ഉള്ളൂ. ഇത്തിരി നൃത്തം, ഇത്തിരി സംഗീതം. കല്യാണത്തിന് മുമ്പ് അരങ്ങേറ്റം കൂടി നടത്തി കാണുന്ന എന്റെ ആഗ്രഹം. അതിന് നീ ഉത്സാഹിച്ച് പിടിക്കണം. ഉത്സാഹിക്കാം. അപ്പോ 2-3 മാസം കഴിഞ്ഞാൽ റിസീവർ ഒക്കെ പോയിക്കോളൂന്നല്ലേ? പിന്നെ പോകാണ്ട് അയാളെന്താ കല്യാണം കഴിച്ചിവിടെ കുടിപാർക്കാനാ? അല്ല, കല്യാണം കഴിച്ച് ലക്ഷ്മി തമ്പുരാട്ടി വേറൊരു കൈ ചെന്ന് പെടുന്നതിന് മുമ്പ്. അല്ല, വേറൊരു കൈ ചെന്ന് പെടുന്നതിന് മുമ്പ്. വേറെ ഒരു കൈ ചെന്ന് പെടുന്നതിന് മുമ്പ് നിനക്ക് എന്താണ് വേണ്ടത്? കുരുത്തം കെട്ടവനെ, അനാവശ്യം പറയുന്നു. അയ്യോ അമ്മ, എന്നെ തെറ്റിദ്ധരിക്കരുത്. തമ്പുരാട്ടിക്ക് മനസ്സിൽ പിടിച്ചു പോയ കരവഴുവായിട്ട് എനിക്ക് കുറച്ച് ഭൂമി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് പറഞ്ഞു പോയതാ. ഇത്രേ ഉള്ളോ? ആഹാ, ഇവിടെ കരം കൊടുത്ത് മുടിഞ്ഞിരിക്കുക. പിന്നെയാണ് നിനക്ക് കരമൊഴിവായിട്ട് ഭൂമി. അമ്മ, ഞാൻ ഒന്ന് പറയുന്നു കേൾക്കണേ. അല്ല, കുറെ നേരമായല്ലോ എന്റെ പുറകെ നടന്ന് ചിണുങ്ങുന്നു. എന്താ കാര്യം? അല്ല, നമുക്ക് അരങ്ങേറ്റം നടത്തണ്ടേ? നടത്തണം. അതിനൊരു ദൈവാനുഗ്രഹം ഒക്കെ വേണ്ടേ? വേണം. നിനക്ക് എന്ത് ദൈവാനുഗ്രഹം ഉണ്ടായിട്ടാ തെണ്ടി നീ ഇവിടെ വന്നത്? ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാ ആ കുഞ്ഞി വലിയ കുടുംബത്തിൽ ഒന്ന് പറഞ്ഞത്. മാറാങ്ങോട്ട്. അതല്ലമ്മേ, എന്നാലും ഒരു ദേവീ സന്നിധി പോയി എനിക്കൊരു ദക്ഷിണ, അത് ഒരൊറ്റ രൂപ മതി. പുറത്തോ? അത് നടക്കത്തില്ല. കൊച്ചിനെ പുറത്തു കൊണ്ടുപോകാൻ പറ്റത്തില്ല. അയ്യോ അതല്ല, അതിവിടുത്തെ റൂളാ. ഞാൻ പറയുന്നു. തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിനക്കിപ്പ എന്താ വേണ്ടത്? 1 വെള്ളി രൂപ. അത് ഞാൻ തരാം. പിന്നെ ദേവി, അതിവിടെ പരദേവതയുണ്ട്, പോയി തൊഴുതോ. മാറങ്ങോട്ട്. അമ്മ, ഈ പരദേവത എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ലൊക്കാലിറ്റി മാത്രം ഒതുങ്ങിക്കുന്നല്ലേ? സംഗീതം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പരന്ന് അതിനൊരു ലോക്കൽ ദേവി എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. ജാനുമ്മേ, അരങ്ങേറ്റം നടത്തണമെങ്കിലേ എല്ലാം ഭംഗിയായിട്ട് പഠിക്കണ്ടേ? പഠിക്കണം. പഠിച്ചോ? അതിനല്ലേ ചെല്ലും ചെലവും കൊടുത്ത് അവനെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്ന. അതല്ല, അതിനൊക്കെ ഒരു ഗുരുത്വവും ദൈവാനുഗ്രഹം ഒക്കെ വേണ്ടേ? വേണമല്ലോ. അത് കുഞ്ഞിന് ധാരാളം ഉണ്ടല്ലോ. ഉണ്ട്, എന്നാലും ആ വിഷ്ണുവിനൊരു ഗുരുദക്ഷിണ കൊടുക്കണ്ടേ? എടാ കള്ള തിരുമാലി, അവൻ എന്നോട് പറയുന്നതിന് മുമ്പേ അതിവിടെ പറഞ്ഞോ? അവനെ ഞാൻ ഇന്ന് കൊല്ലും. വേണ്ട ജാനുമ്മേ, എന്റെ ഒരു ആശയാ. എത്ര കാലം എന്നെ ഇങ്ങനെ പൂട്ടിയിട്ട് വളർത്തുക? എന്റെ പൊന്നു മോളെ, വേണ്ട. ആ റിസീവർ അറിഞ്ഞാ കൊല്ലും. മോളെ അല്ല, എന്നെ. അങ്കിൾ അറിയില്ലെന്നേ.
ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? നല്ല ദിവസാന്നാ വിഷ്ണു പറഞ്ഞേ. തന്നെയുമല്ല, വൈകുന്നേരമായ റിസീവ് സാർ അക്കൗണ്ടന്റ് എടുത്ത് പോവല്ലോ. എടാ വിഷ്ണുവിനെ ഒന്നും പറയല്ലേ ജാനമ്മേ, നമുക്ക് പുറത്തു പോവാം. കുഞ്ഞേ, പ്ലീസ്. ആ മറ്റു രണ്ട് കുരങ്ങന്മാരില്ലേ ഇവിടെ? നടനും ശേഷപ്പനും അവന്മാരെ എങ്ങനെ ഒതുക്കും? എങ്ങനെ ഒതുക്കൂടെ കുരങ്ങ? അതൊക്കെ ഞാൻ ഒതുക്കിക്കൊള്ളാമേ. ശ്രുതിലയമേ നീ ജനകുലുക്കാത ശങ്കര ഭരണമു ശങ്കര. ശങ്കര എന്ന് വിളിക്കുമ്പോഴാണോ വിഷ്ണു വരുന്നത്? അല്ല സാർ, എനിക്കൊരു ഡൗട്ട്. എനിക്കും ആ ഡൗട്ട് ഉണ്ട്. പക്ഷെ അത് നിന്നെ കുറിച്ചാണ്. കുറെ കാലമായി എനിക്കത് തുടങ്ങിയിട്ട്. അയ്യോ അതല്ല സാർ, ഈ ശിവശ്രീകൾ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥമായി ഇംഗ്ലീഷ് മാക്രിയോട് പോയി ചോദിക്കേ. അയ്യോ അർത്ഥമല്ല, വിസ്കി വിസ്കി. നല്ല വിസ്കിയാണ് സാർ. അത് ഉഗ്രനില്ലയോ? പട്ടച്ചാരായം പോലും മോന്താൻ വകയില്ലാത്ത നീ എന്തിനാടാ വിസ്കിയുടെ കാര്യം അന്വേഷിക്കുന്നത്? തളാങ്കുത്തരിക്കട തോമേ. അതല്ല സാർ, ഒരെണ്ണ എന്റെ കൈ തടഞ്ഞിട്ടുണ്ട്. സത്യം തന്നെയുടെ. എങ്ങനെ നടഞ്ഞു? ആ റിസീവർ സാറിന്റെ മോനെ എനിക്ക് തന്നതാ. കഴിക്കാം. ആഹാ, നേരത്തെ ഞണ്ണി തുടങ്ങിയോ? ഞണ്ണ് ഞണ്ണ്. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വകയിലായിരുന്നു ഞണ്ണുന്നത്. നിന്നെ തന്നെ വകയിലടാ. തന്തയ്ക്ക് പറയുന്നോടാ പുല്ലേ. പറഞ്ഞാൽ എന്ത് ചെയ്യൂടാ? നീ അങ്ങനെ ആരെയും വിളിക്കരുത്. നിന്റെ നാക്കിയം വലിച്ച് നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. കള്ളു കയറ്റുന്നത് എന്റെ പടിയാ പോകുന്നത്. എനിക്ക് പ്രശ്നമല്ല. നിന്നെ ഓർത്ത് ഞാൻ ക്ഷമിക്കുന്നു. താങ്ക് യു ഏട്ടാ. നിന്നെയല്ല ഇവനെ. നീ ഒരെണ്ണ അടിച്ചോടാ വിഷ്ണു. ഞാനിരിക്കുന്നു വിചാരിച്ച് നീ പേടിക്കണ്ട. ഇദ്ദേഹം ഇരിക്കുന്നോണ്ട് നീ പേടിക്കണ്ട. എവൻ ആര്? പക്ഷേ എന്റെ മുമ്പിൽ ആരും കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. അയ്യോ, ഞാൻ മദ്യപിക്കാറില്ല. ഞാൻ ആലോചിക്കായിരുന്നേ, ഈ വലിയ വലിയ ആൾക്കാരുടെ ഓരോ കൊച്ചു കൊച്ചു പൂതികളെ. അയ്യോ, സാറിന്റെ കാര്യമല്ല. ആ ലക്ഷ്മി തമ്പുരാട്ടി ഇന്നോട് പറയുകയാണേ, കുറച്ച് ബലൂണും പിപിയും വേണോന്ന്. ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ല. വെറുതെ ചുമ്മാ കഞ്ഞി പാട്ടിയിടാൻ. ചേട്ടൻ കഴിക്കേ? വേണ്ട, എനിക്ക് യോഗാസനത്തിന് സമയമായി. ഞാനൊരു കലാകാരനാണ്. ഇത് അധികം കഴിക്കാൻ പാടില്ല. യവൻ പിന്നെ അതൊന്നും അല്ലല്ലോ. ഇഷ്ടം പോലെ ഞണ്ണാവല്ലോ. ഞണ്ണടാ ഞണ്ണ്. ഞണ്ണിക്കൊണ്ടേ ഇരി. എന്താട്ടാ? തലവേദന, തലവേദന, സിവിയർ തലവേദന. ഓ ഗോഡ്. വന്നട്ടെ. വേണം തമ്പുരാട്ടി. തൊഴുതൊഴു. ഇതാ കുഞ്ഞെ, നീ ചോദിച്ച 1 രൂപ അങ്ങോട്ട് കൊടുത്തോട്ടെ കുഞ്ഞെ. തൊഴുതൊഴു. നന്നായി വാ, നന്നായി വാ. തമ്പുരാട്ടിയുടെ ദേഹത്ത് തൊട്ടുള്ള കളി വേണ്ട. അല്ല വല്ലാതി. ക്ഷേത്ര സന്നിധി വെച്ച് പുലഭ്യം പറയാതെ ജാനമമ്മേ. ദേവി മഹാമായേ, എന്റെ ഈ പ്രിയ ശിഷ്യയെ യേശുദാസിനേക്കാളും വലിയൊരു പാട്ടുകാരിയാക്കണേ. യേശുദാസൻ പാട്ടുകാരനാ. ലതാ മങ്കേഷ്കറേക്കാളും വലിയൊരു പാട്ടുകാരനാക്കണേ. ദേവി മഹാമായേ, ശക്തി ദേവി. ദേവി വണ്ടി നിർത്താ, വണ്ടി നിർത്താ. തമ്പുരാട്ടി, അയ്യോ അയ്യോ, ജാനമമ്മേ ബ്രേക്ക് ഇടോ. അയ്യോ എന്റെ ജാനമമ്മേ. ഞാൻ ചോദിച്ചു, ഐ എം വിന്നിങ്, വിന്നിങ്. പുല്ലന്റെ മോനെ, ഇതാണ് നിന്റെ തലവേദന അല്ലേ? എന്തിനാടാ ഈ ബലൂണും ബിപിയും ഒക്കെ? നിന്റെ അപ്പന്റെ 16 യന്ത്രത്തിനോ? നോ, നിന്റെ മമ്മിയുടെ സെക്കൻഡ് മാരേജിന് പന്തലി തൂക്കാൻ. ഇംഗ്ലീഷ് മാക്രി. യു ഡേർട്ടി ബഗർ. വൃത്തികെട്ട പരമ തെണ്ടി. യു അയ്യോ. എടാ എടാ ഡേർട്ടി ഡാൻസർ. എന്നെ തോപ്പിക്കാനോ? ഞാനിന്ന് കൊല്ലുന്ന ജനിക്കണോ എന്നെ കൊല്ലം?
ഇങ്ങനെ തോപ്പിക്കാതെ അമ്മച്ചി എടാ നാണു, ഇംഗ്ലീഷ് തണ്ടി. ഐ കനോട്ട് ബിലീവ് മൈ ഐസ്. മലയാളത്തിൽ പറയടാ ഇംഗ്ലീഷ് കുഞ്ഞെ, ദേ ഇപ്പുറത്ത്. അവിടെ അതെ. അതെ. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് കേട്ടിട്ടുണ്ടോ? നോ. എന്നാ കണ്ടോ? അവിടെ തന്നെ. കാല് തുറന്നു. അയ്യോ, ഇതാരൊക്കെ? ജാനമ്മ കണ്ടില്ലേ? പിന്നെ ഞാൻ കണ്ടില്ലേ? സാറുമാര് ഇരിക്കി. പിന്നെ ഞങ്ങൾ ഇരുത്താവടാ. എട്ടും പൊട്ടും തിരിയാത്ത തമ്പുരാട്ടിയെ, അതും പുറത്തു പോകരുത് റിട്ടേൺ ഓർഡറുള്ള തമ്പുരാട്ടിയെ. കൊതിയും നുണയും പറഞ്ഞ് തട്ടിക്കൊണ്ടു നോക്കണല്ലേ? That's a very good bad nightly Mr. Vishnu. അയ്യോ തമ്പുരാട്ടി. അയ്യോ സാർ, വിഷ്ണു ഒന്നും ചെയ്തതല്ല, എന്റെ ഇഷ്ടത്തിനാ. അതെ സാറന്മാരെ. 10-17 വയസ്സായിട്ട് തോന്നാത്തൊരു ഇഷ്ടം ഇപ്പൊ എങ്ങനെ തോന്നി? ആഭിചാരം, കൈവിഷം. That is black magic, witchcraft. റിസീവറുടെ ഫോണല്ലേ ഇത്? Same horn. നീ സൂക്ഷിച്ചോ. അയ്യോ അയ്യോ സാർ, തമ്പുരാട്ടി ഒന്നും മിണ്ടണ്ട, അയ്യോ സാറന്മാരെ. ഒന്നും മിണ്ടണ്ട. അയ്യോ സാറുമാരെ ഞാനൊന്ന് ഓടാ, നമുക്ക് സൈക്കിൾ എടുക്കാം. Too late. വേണ്ട, ലാംഗുദേ. വിഷ്ണു. Stop the car. നിർത്തൂ, Stop the car. നിർത്തൂ. ബ്രേക്ക് ഔട്ടു സർ. Stop. സാർ, നമ്മുടെ വേലയും പണിയും ഒക്കെ പോയി. Gone with the wind. Everything is gone. എന്താണോ സാർ? അവിടെ എവിടെ? ലോണ്ട് അവിടെ. There. Run, Nadanam. Run. അയ്യോ, What's happened? Something wrong. Where is the lovebird? അയ്യോ, Where is the വെള്ളത്തിൽ bloody പോയോ? singer, man? Something wrong, I say. You see in the water. Where is the lovebird? എവിടെടോ അവര്? സാർ, ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. തമ്പുരാട്ടി ഇവിടെ, അവൻ അവിടെ, എർത്ത് അവിടെ. Say his spot. വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ അടിച്ചിട്ടില്ല സാർ, എവൻ അടിച്ചിട്ടുണ്ട്. No, ഞാൻ ആ type അല്ല. നിങ്ങൾ എന്തിനാണോ വന്നേ? Morning walk. ഈവനിങ് വാക്ക്. സൈക്കിളിലോ? Evening ride. പോണോ? സാർ സാർ സാർ, അവരെങ്ങനെ ഓടിയാലും നടന്നാലും ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ ഈ കാറിൽ അടിച്ചു വിട്ട് പോയാൽ അവരെ തൊണ്ടിയോടെ പിടിക്കാം. കേറാൻ. കൃഷ്ണ ചന്ദ്രരാധാ മോഹന मेरे मन में तुम्हें ज्योति कृष्णा चंद्र राधा मोहन मेरे मन में तुम्हें ज्योति कृष्णा चंद्र राधा मोहन मेरे मन में तुम्हें ज्योति कृष्णा 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 സാർ സാർ ഞങ്ങളെ വിശ്വസിക്കണം സാർ. Believe us. മേലെ വെള്ളം അടിച്ചോണ്ട് ആളെ മെനക്കെടുത്തരുത്. സാർ അവൻ ഞങ്ങളെ നിർത്തോ. എന്താ താൻ നിർത്തിയോ? ത്രിസന്ധി കഴിഞ്ഞാ പിന്നെ ചൊല്ലി കൊടുത്തുകൂടാന്നാ. ആ, അയ്യേ, ഇവിടെ എന്തൊരു നാറ്റം. ചാരായത്തിന്റെയോ സ്പിരിറ്റിന്റെയോ കണ്ട്. ശിവാശ്രീകൾ. ശിവശ്രീകളുടെ സ്മെൽ ഇതൊന്നും അല്ല. ഇത് ഏതാണ്ട് കളർ ഏറ്റിയ പട്ടച്ചാരായം. ഇയാള് പൊക്കോളൂ, ഇയാള് പൊക്കോളൂ. സാർ അവൻ മിണ്ടി പോരുത്. അവനൊന്നും അറിയാൻ മേലാത്തവൻ, അവനെ കൂടെ ചീത്തയാക്കരുത്. Get out. പോടാ സാർ. ഛെ, എന്തൊരു നാട്ടം. കടന്നു പോണോ വൃത്തികേടെ. ഓ അയ്യേ, അസൽ പട്ടച്ചാരായത്തിന്റെ നാറ്റം. ഛെ. ചിരിച്ചോ ചിരിച്ചോ. ബാക്കിയുള്ളവരുടെ നെഞ്ചിലെത്തി ഇനിയും പോയിട്ടില്ല. ഇനി അങ്ങനെ പുറത്തു പോണമെങ്കിലേ ഒരു 2-3 മാസം കൂടി കഴിയട്ടെ. ഒരു നല്ല തമ്പുരാൻകുട്ടി വന്ന് കല്യാണം കഴിച്ചാ എവിടെയൊക്കെ പോവാം. കല്യാണം കഴിക്കാൻ ഇപ്പോ ഒരു തമ്പുരാൻകുട്ടി വന്നില്ലെങ്കിലോ? വരാണ്ടിരിക്കാനോ? ഹാ, ഒന്ന് വിരലി ഒടിച്ചാ മതി, ക്യൂ നിൽക്കും.
ഇവിടെ വിരൽ ഞൊടിക്കാതെ തന്നെ ഓരോരുത്തന്മാരെ ക്യൂ ഉണ്ടല്ലോ. ജാനുമ്മേ, കല്യാണം കഴിക്കാനേ തമ്പുരാക്കന്മാര് തന്നെ വേണോന്ന് എന്താ ഇപ്പൊ നിർബന്ധം? അതല്ലാതെ ആരെങ്കിലും ആണെങ്കിലോ? കുഞ്ഞേ, വല്ല കുരുത്തം കിട്ടവന്മാരെയും മനസ്സിൽ വെച്ചിട്ടുണ്ടോ മോളെ? അയ്യോ, അങ്ങനെയൊന്നുമില്ല ജാനുമ്മേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. മോളെ, ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്നേ.